ഹലോ നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? ഇൻസ്റ്റന്റ് പേട. ചട്ടപ്പട്ടോ എന്നുള്ള രീതിയിൽ ഒരാൾ വീട്ടിൽ വന്നിരിക്കണോ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വീറ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേഗം തന്നെ ഒരു പേട ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ്? വേണ്ട സാധനങ്ങൾ ഇത്ര മാത്രം. ആദ്യം വേണ്ടത് ഒരു മൈക്രോ ഓവൻ, മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള രീതിയിലുള്ള ബൗൾ. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോ ഓവനിലാണ്. ഒരു കപ്പ് പാൽപ്പൊടി. വീണ്ടും പറയണു, പാൽപ്പൊടി ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുള്ളത് സ്വീറ്റ് ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുന്ന പാൽപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേണ്ടത് 3 സ്പൂണ് നെയ്യ്. ഓക്കെ, വലിയ സ്പൂണിന് 3 സ്പൂണ് നെയ്യ്. പിന്നെ വേണ്ടത് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. വളരെ സിമ്പിളാണ്. മെനക്കെട്ട് നിന്ന് ഇളക്കൊന്നും വേണ്ട. ടപ്പ് 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 എന്ന് കാര്യങ്ങളാവും. ഓക്കെ, പിന്നെ ഇതിന്ന് കുറച്ച് ബാക്കി, ഇതിൽ കുറച്ച് നല്ലോണം ബാക്കിയുണ്ട്. ഇതിന്ന് സ്പൂൺ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടിയിട്ട് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാം. നെയ്യ്, പാൽപ്പൊടി, കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓവണിൽ 1 മിനിറ്റ് വെച്ച് 4 മിനിറ്റ് വെക്കണം. അതായത് ആദ്യം 1 മിനിറ്റ് വെക്കുക, എടുക്കുക, ഇളക്കുക, വീണ്ടും 1 മിനിറ്റ് വെക്കുക, എടുക്കുക, ഇളക്കുക, വീണ്ടും വെക്കുക. ഓക്കെ, ഇതുപോലെ 4 പ്രാവശ്യം ചെയ്യാൻ പോവാണ്. എന്നിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പുറത്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല മണം, എൻ്റെ അമ്മോ. 4 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാല് പിരിഞ്ഞ പോലെ ഉള്ള ഒരു സംഭവമാണ്. കണ്ടോ, ഉള്ളിലൊക്കെ യമി യമി യമി. നന്നായിട്ട് ഇളക്കണം. നന്നായി കുക്കായിട്ടുണ്ട്. അടിപൊളി ചൂട്. നിന്ന് ഇളക്കേ വേണ്ട. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നിന്ന് ഇളക്കാൻ നിന്ന കൈവേദന ഒന്ന്, രണ്ടാമത്തത് പൊങ്ങിപ്പോയിട്ട് വേറെ. പക്ഷെ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നല്ല കുഴിയുള്ള പാത്രം എടുക്കാൻ നോക്കുക. ഇതങ്ങനെ പൊന്തി പൊന്തി വരും. അതുകൊണ്ട് കുഴിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈക്രോ പ്രൂഫ് ആയിരിക്കണം. ഇങ്ങനെ എല്ലാവിടുന്നും ആക്കിയിട്ട് ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ആ ഒരു പരുവം കറക്റ്റായിട്ട് ഇപ്പോൾ തൊട്ടാൻ പോലും പറ്റില്ല. എന്നാൽ കൂടി നമ്മുടെ പേടയുടെ ഷേപ്പ് വരുന്നുണ്ട്. ഫഡ്ജിൻ്റെ ആ ഒരു പേട ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. എന്നാലേ എനിക്ക് ഷേപ്പിൽ പിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, കഴിഞ്ഞു. കാര്യം എത്ര സിമ്പിളാണ് നോക്കൂ. പാൽപ്പൊടി, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, ദാറ്റ്സ് ഓൾ. വീട്ടിലവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ദൈവമേ, എന്തെങ്കിലും പിടിക്കാനുണ്ടായാൽ മതിയായിരുന്നു. ചൂടേ. സൂപ്പർ. ഇതിങ്ങനെ ഞാൻ പരത്തിയിട്ടിരിക്കുക. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. ഇളം ചൂടിൽ ചെയ്യും വേണം. ഒരു ഉരുണ്ട ഇങ്ങനെ എടുക്കുക, നന്നായിട്ട് ഉരുണ്ട പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ബൗള് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേടയുടെ. കണ്ടോ? എന്നിട്ട് ഇത് എടുക്കുക. എടുത്തിട്ട് ഒന്ന് ഒതുക്കുക. ഓക്കെ, ഇങ്ങനെ
നീറ്റായിട്ട് പേട ഷേപ്പിൽ ആക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ആക്കിയിട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം.